ഈ സജിനിൽ ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ പറയാമോ? ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണല്ലേ? കറക്റ്റ്. ഞാനിപ്പോ അത് തന്നെ ഓർത്തെ, പറയാതെ പോവുക, മുങ്ങുക. അല്ല, ഇഷ്ടമില്ലാത്ത വേറെ കാര്യം പറയാം. ഉണ്ട് കേട്ടോ. വേണ്ട, കഷ്ടമുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ മിച്ചാൻ്റെ ഇപ്പൊ ഒരു കാര്യം പറയണ ഇത് ചെയ്യണം, ഇന്ന ആളെ ഇപ്പൊ വിളിക്കണം. ശരി ഞാൻ ചെയ്യാവേ, 3 ദിവസം ചെയ്യത്തില്ല. അത് എന്നെ കൊണ്ട് 150 പ്രാവശ്യം പറയിപ്പിക്കും. ആ സമയത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമാവുമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? അല്ല, വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, വിട്ടു പോകുന്നയാ. തിരക്കുണ്ട്, ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് 150 തവണ പറയിപ്പിക്കുകയും ചെയ്യത്തൂല്ല. അത് ഒരു തിരക്കാണ്, മനഃപൂർവ്വം. അതിനാണ് നമ്മൾ മറ്റേ 100 പേജിന്റെ ബുക്ക് കൊണ്ടുപോകുന്നത്. ഇത് മനഃപൂർവ്വം തന്നെയാണ്. സത്യമായിട്ട് ഞാനിവിടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇത് കഴിഞ്ഞിട്ടൊരു വഴക്കുണ്ട്. ഞാൻ എല്ലാം നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അനാവശ്യമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും. ഇങ്ങനെ ഉള്ളൂ. എന്നിട്ടാണ് എതിരൂന് പറഞ്ഞ വഴക്ക് ഇടാറേ ഞാൻ വരാറില്ല, ഞാൻ മാറി പെട്ടെന്ന് അങ്ങോട്ട് പോകും. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അത് 5 മിനിറ്റേ ഉള്ളൂ. അത് ശരി. പോയതിനേക്കാളും സ്പീഡിൽ തിരിച്ചു വരും. മല പോലെ വന്ന് എലി പോലെ പോകും. അതൊരു ക്വാളിറ്റിയാണ്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. അത് ആവശ്യമില്ലാത്ത കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് പിന്നെ 3ാമത്തെ ഇഷ്ടം, അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, മനസ്സിലാക്കണം കേട്ടോ. അല്ല, ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ, ഇറ്റ്സ് പോസിറ്റീവ് ഡിഫറെന്റ് ആൾക്കാരുടെ അല്ലേ, ഓരോ ആൾക്കാരുടെ വ്യൂസ് അല്ലേ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ലല്ലോ ഇവിടെ കാശ്. പോയിട്ട് ഞാനൊരു പോയത് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ വലിയ ഇംഗ്ലീഷ് കിട്ടി കാണിച്ചായിരുന്നു. 3ാമത്തെ കാര്യം, ഇപ്പൊ ഈ ഇടയായിട്ട് തുടങ്ങിയ സ്വഭാവം വഴക്കൊണ്ടേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അത് ശരി, അങ്ങനെയുണ്ടോ? വിട്ടേക്കുന്നത് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ തുടങ്ങിയ സ്വഭാവമാണ്. തീർന്നല്ലോ ഇതോടുകൂടി. പിന്നെ എന്റെ അത് വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇരട്ടി വഴക്കം. അതെ, തീർച്ചയായിട്ടും സ്വാഭാവികം. ഓക്കെ, ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം. പറ. അനാവശ്യ കാര്യങ്ങൾ പിടിച്ചു വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ 12 ദിവസത്തെ കഥയൊക്കെ ഒരു കാര്യം പോലും മറക്കത്തില്ല, എല്ലാ കാര്യം ഓർത്ത് വെച്ച് വഴക്കുണ്ടാക്കും. അതിന്റെ ആനിവേഴ്സറി സെലക്ട് ചെയ്ത് കഴിഞ്ഞ മാസം ഇതേ സമയത്ത് നീ എന്നെ ഇത് ചെയ്തു, അതുകൊണ്ട് അടുത്ത മാസം ഇതേ സമയത്ത് നീ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. എങ്ങനെ സാധിക്കുന്നില്ല. അത് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ 3ാമത്തെ എടുത്ത് പറഞ്ഞാല് ചിലപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്നില്ല 3ാമത്തെ എടുത്ത് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ ഭയങ്കര ചൈൽഡിഷ് ആണ്. ഈ ചൈൽഡിഷ് കാരണം ചില മണ്ടത്തരങ്ങൾ എഴുതി കളയും. വൺ ബ്ലണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒക്കെ വരും. അതേപോലെ തന്നെ സ്റ്റേജില് റിസപ്ഷൻ സമയത്ത് നോക്കിയാൽ സമയത്ത് ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഫുൾ ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ ക്യാമറാമാൻ റെഡിയാണ്, ഞങ്ങളുടെ വീഡിയോഗ്രാഫർ റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇവിടെ വേറെ എന്തോ പച്ചക്കറി മേടിക്കുന്ന കാര്യമൊക്കെ അപ്പുറത്തെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.